നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കായംകുളം MLA ആയ യു പ്രതിഭയുടെ കരച്ചിലാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ചയാകുന്നത്. ഇടത് സൈബർ ഹാൻഡിലുകളും ഇടത് നേതാക്കന്മാരും ഈ കരച്ചിൽ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രതിഭ കരയാനിടയായ സാഹചര്യം നമുക്കറിയാം. മണ്ഡലത്തിൽ ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിയ മുസ്ലിം ലീഗ് നേതാവ് വളരെ മോശമായ പരാമർശം നടത്തി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും ഈ മോശം പരാമർശം നടത്തിയപ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഭയ്ക്ക് വേദനയുണ്ടാക്കി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു വിഷയമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ മുറയിൽ ചോദ്യം ചെയ്തതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ലിജു അവിടെ മറ്റൊരു പ്രസംഗം നടത്തിയിരുന്നു. ലിജു കഴിഞ്ഞ 3 പ്രാവശ്യം ഇലക്ഷന് മത്സരിച്ചിട്ടും പരാജയപ്പെട്ടു പോയ ആളാണ്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെ വലിയ രീതിയിൽ PR നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനോ കഴിയാത്ത ഒരാളാണ് ലിജു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലിജുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, ലിജു വളരെ നല്ല ആളാണ്, ജനങ്ങളോട് സംവദിക്കും. പക്ഷേ ഒരു ഗിമ്മിക്ക് കാട്ടാനുള്ള ഒരു മിടുക്കില്ലാത്ത ഒരാളാണ്. ഒരുപക്ഷെ അതുകൊണ്ടാവാം 3 പ്രാവശ്യമായി ലിജു തോൽക്കാനുള്ള സാഹചര്യമുണ്ടായത്. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, കോൺഗ്രസിലെ നല്ല ചെറുപ്പക്കാരിൽ മാന്യതയുള്ള, സംസ്കാരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ലിജു. ഇത് ഞാൻ പറയാൻ കാരണം ലിജുവിനെ വ്യക്തിപരമായി കൂടി എനിക്കറിയാവുന്ന ആളാണ്. കാരണം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൂടിയായിരുന്നു ലിജു. അതുകൊണ്ട് ലിജുവിനെ വളരെ ചെറുപ്പകാലം മുതലേ എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ വ്യക്തമായി ഞാൻ പറയുന്നത്. പക്ഷേ പെട്ടെന്ന് ഈ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ വലിയ ഗിമ്മിക്ക് കാട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് വലിയ രീതിയിലൊരു തരംഗമാകാൻ ഒരു പക്ഷേ ലിജുവിന് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ലിജുവിൻ്റെ അടുത്തെത്തുന്നവരെ, അല്ലെങ്കിൽ മനുഷ്യത്വത്തോടെ ഇടപെടുന്ന, ആൾക്കാരോട് വളരെ നന്നായി ഇടപെടുന്ന, മോശം സ്വഭാവമില്ലാത്ത, ഒരു തരത്തിലും മറ്റൊന്നും പറയാനില്ലാത്ത ഒരാളാണ്. ആ കാര്യത്തിലൊരു സംശയവും വേണ്ട. നമുക്ക് കഴിഞ്ഞ ദിവസം അത് പറഞ്ഞുകൊണ്ട് ലിജു ആ മണ്ഡലത്തിൽ 3 പ്രാവശ്യമായി ഞാൻ തോൽക്കുന്നു, ഈ പ്രാവശ്യമെങ്കിലും എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. അതിന് പിന്നാലെയാണ് ഇന്നലെ മുസ്ലിം ലീഗ് നേതാവ് സത്യത്തിൽ ലിജുവിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ലിജുവിൻ്റെ സാധ്യതകൾ ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ യു പ്രതിഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രതിഭ സാധാരണഗതിയിൽ പ്രതിഭയും ഇതേ സ്വഭാവമുള്ള ഒരാളാണ്. ഈ മുസ്ലിം ലീഗ് നേതാവിൻ്റെ അതേ സ്വഭാവമുള്ള ഒരാളാണ്. പലപ്പോഴും പ്രതിഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ വിമർശനങ്ങളെയും സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ പഴി പറഞ്ഞുകൊണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ തെറിവിളിക്കുന്ന ഒരാളാണ്. ഒരു 5 വർഷം മുമ്പ് കൊറോണ കാലത്ത് പ്രതിഭയും ഒരു മാധ്യമപ്രവർത്തകയും തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ എന്തോ ഒരു ചെറിയ വിഷയമുണ്ടായി. ആ വിഷയം നടന്നപ്പോൾ പ്രതിഭ വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ആ വാക്ക് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല, പക്ഷേ എങ്കിലും പ്രതിഭ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വ്യഭിചാരം നടത്തി ജീവിച്ചുകൂടെ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കാം. മാധ്യമപ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലീ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്, ആണായാലും പെണ്ണായാലും. അപ്പോൾ മറ്റൊരാൾക്ക് അവനവന് മനപ്രയാസമുണ്ടാകുന്ന ഒരു കാര്യം ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടല്ലോ, അത് മനപ്രയാസമുണ്ടാക്കുന്ന കാര്യം, യഥാർത്ഥത്തിലുള്ള മനപ്രയാസമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് ആരോപിക്കില്ല എന്നാണ് മനുഷ്യൻ്റെ പ്രാഥമികമായ മനഃശാസ്ത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്തരം വിഷയങ്ങൾ കേൾക്കുന്നത് മനപ്രയാസം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരാളെ ഞാൻ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ പ്രതിഭയുടെ കാര്യത്തിലാണെങ്കിൽ പ്രതിഭ ഇത്തരത്തിൽ പലപ്പോഴും പ്രതിഭയ്ക്കെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ പൊളിച്ചെടുക്കുന്ന ആളാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരയാനിടയായ സാഹചര്യം നമുക്കറിയാം. ഏതാണ്ടൊക്കെ പരാജയ ഭീതിയിലായി ലിജുവിൻ്റെ കരച്ചിൽ. ലിജു സത്യത്തിൽ വികാരാധീനായി പോയത് ആർക്കാണെങ്കിലും ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാകും. അത് സത്യത്തിൽ ലിജു മനഃപൂർവ്വം ചെയ്തതാണെന്ന് കരുതാൻ നിവർത്തിയില്ല. പറഞ്ഞപ്പോൾ വാക്കുകൾ ഇടറിപ്പോയതാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. പക്ഷേ പ്രതിഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിഭ അത്തരത്തിൽ ഇടപെടുന്ന ഒരാളാണ്. ഒരിക്കലും ഈ സ്ത്രീവിരുദ്ധത ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. പക്ഷെ പ്രതിഭ അന്ന് ചെയ്തതും സ്ത്രീവിരുദ്ധത തന്നെയാണ്. പലപ്പോഴും മാധ്യമങ്ങൾ, അത് പ്രത്യേകിച്ച് ആ പറയുന്നതിൽ വനിതാ മാധ്യമപ്രവർത്തകർക്കും ചെയ്യാം എന്ന് എടുത്തു പറയുന്നുണ്ട്. ശരീരം വിറ്റ് ജീവിക്കാൻ വനിതാ മാധ്യമപ്രവർത്തകരെയും ഒക്കെ പറയുന്നത് ഒരു ശരിയായ രീതിയാണോ എന്ന് പ്രതിഭ ആലോചിക്കണം. കേരളീയ പൊതുസമൂഹത്തിൽ വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഉയർന്ന ശമ്പളമൊക്കെ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിത്തുടങ്ങിയിട്ട്. വലിയ ശമ്പളമില്ലാത്തപ്പോഴും 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകർ. മാധ്യമപ്രവർത്തനത്തിന് എല്ലാ രംഗത്തും ഉണ്ടായ പോലെ തന്നെ അപജയം ഉണ്ടായിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകരെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല. രാഷ്ട്രീയ രംഗത്ത് പണ്ടുണ്ടായിരുന്ന രാഷ്ട്രീയവും രാഷ്ട്രീയ നേതാക്കളുമല്ല ഇന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ അപജയങ്ങൾ മാധ്യമരംഗത്തെയും ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ബാധിക്കാത്ത
കൃത്യമായി ഈ മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എനിക്ക് അത്ര ഒരുപാട് മാധ്യമപ്രവർത്തകരെ അറിയാം. ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതൊക്കെ പാലിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ അടക്കം ഇങ്ങനെ ആക്ഷേപിക്കുന്ന മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വാർത്ത കിട്ടുക ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടുന്നു. പെട്ടെന്ന് ഈ മത്സര ലോകത്ത് ചിലപ്പോൾ ചാടി വാർത്ത കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ തെറ്റുകൾ, മനുഷ്യരാണ്, തെറ്റുകൾ അവർക്കും ഉണ്ടാകാം. അപ്പോൾ അതിനെയൊക്കെ വ്യഭിചരിക്കണം അല്ലെങ്കിൽ വ്യഭിചരിച്ച് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ച പ്രതിഭയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുമെന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടരല്ല കേരളത്തിലെ ജനങ്ങൾ. പ്രതിഭ ഇപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണ് പ്രതിഭയുടെ ഈ കരച്ചിൽ എന്ന് നമുക്ക് എവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രതിഭ ഈ മുസ്ലിം ലീഗ് നേതാവിന് റോഡിലിറങ്ങി നടക്കാൻ വയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കിയതിനും അത്തരം മറുപടി പ്രതിഭയിൽ നിന്നുണ്ടായതിനും. അപ്പോൾ പ്രതിഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ്. വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പ്രതിഭ മനസ്സിലാക്കണം. തങ്ങൾ പറയുന്ന വാക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ 5 വർഷം കഴിഞ്ഞാലും അത് ബൂമറാങ് പോലെ അത് ബൂമറാങ് പോലെ തിരിച്ചെത്തുമെന്ന് പ്രതിഭ മനസ്സിലാക്കുക. പ്രതിഭ ഒരു ദൈവവിശ്വാസിയാണെന്നൊക്കെയാണ് പ്രതിഭ ഇടയ്ക്ക് രാമായണമൊക്കെ വായിക്കുന്ന കാണാം. ഒരു ദൈവവിശ്വാസിയാണെന്നാണ് വെയ്പ്പ്. അപ്പോൾ പ്രതിഭ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ആലോചിച്ച് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ പ്രതിഭയും പുലർത്തേണ്ട ഒരു സംയമനമുണ്ട്. ആ സംയമനം പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിൻ്റെ ഫലമാണ് പ്രതിഭയ്ക്ക് ഇപ്പോൾ കിട്ടിയത്. ഇനി മറ്റൊരു കാര്യം, രാഷ്ട്രീയ രംഗത്ത് വരുന്ന സ്ത്രീകളെ, ഞാനും ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് ആ യൂണിയനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി സംസ്ഥാന സെക്രട്ടറിയെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്നെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ ഒരു കമൻറ്റ്, ഇതേ രീതിയിൽ മറ്റൊരു കമൻറ്റ് പറഞ്ഞപ്പോൾ ആ കേസ് ഇപ്പോൾ കോടതിയുടെ പരിധിയിലുണ്ട്. പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാവിനെതിരെ ഞാൻ നൽകിയൊരു പരാതി. അതുകൊണ്ട് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളെ, പൊതുരംഗത്തെത്തുന്ന സ്ത്രീകളെ തളയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായാണ് അവരുടെ മൊറാലിറ്റി ചോദ്യം ചെയ്യുക, അവരെ മോശം പറയുക. അതൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകളെല്ലാം അങ്ങ് പോകും എന്നൊരു ധാരണയുണ്ടാകും. ഒരാളുടെ വ്യക്തിത്വം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിവാഹമോ വിവാഹമോചനമോ ഏതെങ്കിലും ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടല്ല എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ആദ്യം പഠിക്കേണ്ട പാഠം. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന, അവർ നൽകുന്ന, അവർ ഏതൊരു ബന്ധത്തിലാണെങ്കിലും അവരുടെ ഏത് ബന്ധങ്ങളിലും അവർ പുലർത്തുന്ന മാന്യതയും സംസ്കാരവും അവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പ്രേമിച്ചു, അത് തകർന്നു പോയാൽ അവർ മോശക്കാരാണ്, അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. ആ ധാരണ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്തുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ആദ്യമല്ല, പ്രതിഭയുടെ, ഇനി പോട്ടെ ബാക്കിയെല്ലാം കേട്ടെ, ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. പ്രതിഭയെക്കുറിച്ച് വാചാലരാകുന്നു, സഖാവിനൊപ്പമാണെന്ന് പറയുന്നു. പക്ഷേ പ്രതിഭയുടെ മുൻ തലമുറയിലുള്ളവരും അല്ലെങ്കിൽ പ്രതിഭയുടെ നേതാക്കന്മാരും ഇതൊക്കെ ചെയ്തവരാണ്. നമുക്കറിയാം ഉമ്മൻചാണ്ടി ഏത് രീതിയിലാണ് ആക്ഷേപിച്ചതെന്നറിയാം. ലതിക സുഭാഷ് VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചപ്പോൾ ലതിക സുഭാഷിനെ എന്താണ് പറഞ്ഞത് എന്ന് ഒന്ന് ഓർക്കുന്നത് നന്നാവും. രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ചത് തന്നെ വിജയരാഘവനാണ്. നമുക്കിതൊക്കെ അറിയാം. അപ്പോൾ ഇത് ഒരാളുടെ മാത്രം കുത്തകയല്ല, ഇത് ആദ്യമായി ഉണ്ടായ സ്ത്രീവിരുദ്ധതയുമല്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലാകാലങ്ങളായി CPM നേതാക്കന്മാർ പരിചയിച്ചു പോന്ന ഒരു രീതി മുസ്ലിം ലീഗ് നേതാവ് ഒന്ന് പൊതുരംഗത്ത്, ഉള്ളിലുണ്ടാവാം പക്ഷെ പൊതുരംഗത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ നിർത്തി ഒരു നല്ല രാഷ്ട്രീയ നേതാവായി, അല്ലെങ്കിൽ അവിടെ ഉയർത്തേണ്ട വിഷയങ്ങളെക്കുറിച്ച്, അവിടുത്തെ വികസന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതാവും പ്രതിഭയ്ക്കും നല്ലത്. കാരണം പ്രതിഭ പറഞ്ഞ വാക്കുകളും കേരളീയ പൊതുസമൂഹത്തിൽ അതേപോലെ തന്നെ നിൽക്കുകയാണ്.